ഒരു 10 മിനിറ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ചോറായിട്ടില്ല, കറി ആയിട്ടില്ല. ചോറെല്ലാം കറി ഒന്ന് പറ്റുകയോ വേണ്ട, ഒരു 10 മിനിറ്റ് നിൽക്കാൻ സമയമില്ല. ഇന്നലെ എന്തിനാ കൊള്ളു ഇവിടെ, എന്തിനാണ് നിർത്തുന്നത്? അല്ലെങ്കിൽ ജോലിക്ക് വല്ല ആരെങ്കിലും വെക്കാം ഇവിടെ കൃത്യസമയത്ത് വല്ല ചെയ്തു തരാൻ വേണ്ടിട്ട്. ഒരു 10 മിനിറ്റ് മനുഷ്യൻ നേരത്തെ വന്നപ്പോഴേക്കും ചോദ്യം ചെയ്യില്ല, എന്താ നേരത്തെ വന്നത്? കൃത്യസമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇനി മറ്റേ സ്കൂളിലെല്ലാം ബെല്ലടിക്കുന്ന പോലെ കൃത്യസമയത്ത് നീ വിളിച്ചു പറ, ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് വന്നോ എന്ന് പറയുമ്പോ അനുവാദം വാങ്ങിയിട്ട് ഞാൻ വരാം. ഇത് കഷ്ടാണ്, അത് ഇപ്പൊ ആവൂലേ? ഞാൻ ആയിട്ട് നീ തിന്നോ, എനിക്ക് വേണ്ട ചോറും കറിയൊന്നും. ഇതെന്ത് ഇങ്ങനെയെല്ലാം പറയുന്നത്? നിനക്കല്ല ഇവിടെ എന്താടി പണിയുള്ളത്? ഞാൻ അതാ ചോദിക്കുന്നത്. ഒരു ചോറും കറിയും വീട്ടിലെ ചോറും കറിയും വെക്കാൻ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നീ അല്ലെങ്കിൽ നടക്കണത് ഞാൻ ചോദിക്കുന്നത്. ഏട്ട ചോറും കറിയും വെക്കലും മാത്രമേ ഉള്ള വീട്ടില് പണി, വേറെ എന്തെല്ലാം മലമറിക്കുന്ന പണി അതെല്ലാം ഒരു ദിവസം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ വീട്ടിലെ പണി. പിന്നെ ഭയങ്കര പണിയാണ് വീട്ടിലെ പണി. ഇല്ല, വീട്ടില് പണിയൊന്നുമില്ല. രാവിലെ എനിക്കൊരു ലേശം ചോറും കറി ആക്കണതാണ് വീട്ടിലെ പണി, അല്ലെങ്കിൽ പിള്ളേരെ ഒന്ന് സ്കൂളിൽ വിടണത്. പൊടി സുഖമാണ് നിനക്കൊക്കെ, നീയൊക്കെ പെണ്ണായിട്ട് ജനിച്ചത് നിന്റെ എല്ലാം ഭാഗ്യമാണ്. കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങണ്ട, സുഖമായിട്ടിരുന്ന് ഇവിടെ ഇരുന്നിട്ട് ചോറും കറി എന്തെങ്കിലും ആക്കി തിന്നെ കിടന്നുറങ്ങേ, എന്ത് സുഖ ജീവിതം. അടുത്ത ജന്മത്തിൽ വല്ല പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. വെറുതെ ഈ ആണായിട്ടൊക്കെ ജനിച്ചിങ്ങനെ മനുഷ്യൻ ഒരു ദിവസം ഒരു വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്ത് തീർക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്തോരം ഉണ്ട് വീട്ടിലത്തെ പണിന്ന്. നിങ്ങൾക്കല്ല ഇങ്ങനെ വായെടുത്ത് പറയാനേ പറ്റുള്ളൂ, ഒരു ദിവസം ചെയ്ത് നോക്കണം, അപ്പൊ മനസ്സിലാവും. നീ ഇങ്ങനെ നേരം പറയുന്നുണ്ടല്ലോ വീട്ടിലെ പണി എന്ന്. നീ ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം വീട്ടിലെ പണി ഞാൻ എടുക്കാം, നീ എന്നിട്ട് ഒരു ദിവസം നമ്മുടെ ഷോപ്പിലൊന്ന് പോയി നോക്കും, അവിടെ എന്തെല്ലാം പണിയുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീട്ടിലെ പണി മാത്രമുള്ള വലിയ കാര്യം എന്ത് പറയുമ്പോഴും വീട്ടിലെ പണി ഞാൻ എന്തോ വലിയ അടുത്ത് തലയെ കയറ്റിയ പോലത്തെ വർത്താനമാണ് നീ എല്ലാം പറയണത്. ഒരു ദിവസം നീ ഷോപ്പിൽ പോയിട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കാറില്ല, പുറത്ത് ഇത്രയും പണിയുണ്ടായി ഷോപ്പിൽ ഇത്രയും പണിയുണ്ടായി നമ്മൾ പറയാറില്ല നിങ്ങളെ പോലെ. അപ്പൊ നീ ഒരു കാര്യം, നീ ഷോപ്പിൽ പോയിട്ട് ഒരു ദിവസം നീ ആ പണി എടുത്ത് നോക്ക്, വീട്ടിലെ പണി ഞാൻ എടുക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിന്നെ എല്ലാം തീരണത് എങ്ങനെയാണ്. എന്നാ ഓക്കെ, ഏട്ടന് ഒരു ദിവസം ഈ വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്യും, ഷോപ്പിലത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഞാൻ പോയിക്കോളാം. കുറെ ദിവസം നീട്ടണ്ട, നാളെ തന്നെ ആക്കാം. എന്താ ചെയ്യാൻ പറ്റുവാ? എന്ത് ചിരിക്കുന്നത്? ചെയ്യാൻ പറ്റൂല അല്ലെ? ഇതെല്ലാം കേട്ടിട്ട് ചിരിക്കാണ്ട് എന്താ വേണ്ടേ? അതെ, ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് തന്നെ ചിരിക്കുന്നത്. ഞാനുണ്ടല്ലോ ഒരു കാര്യം അങ്ങോട്ട് പറയാം നിന്നോട്. നീ ഇപ്പൊ പറഞ്ഞ വീട്ടിലെ പണികൾ എല്ലാ സാധനം A to Z പണികൾ ഞാൻ ചെയ്യും, പക്ഷെ ഷോപ്പിലുള്ള ഒരു കാര്യം നീ ഏറ്റെടുത്തിട്ട് ചെയ്യാണ്ടെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ പൊന്നു മോളെ അന്ന് നിന്റെ അവസാനമാണ്. ആയിക്കോട്ടെ, അതിന് നീ അത്രയും ധൈര്യം നിനക്ക് ഉണ്ടെങ്കിൽ മാത്രം നീ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ പാടുള്ളൂ. നീ എന്താ ചിരിക്കണത്? അല്ല, ഞാനും അങ്ങോട്ട് ഏൽപ്പിച്ചു തരും ഈ വീട്ടിലത്തെ A to Z കാര്യങ്ങള്. അത് മൊത്തത്തിൽ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിലാണ് ഏട്ടനും അറിയാൻ വേണ്ടി പോകുന്നത്. ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത്, ഏട്ടൻ ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നാ പിന്നെ ഈ വെല്ലുവിളി ഞാൻ അങ്ങ് ഏറ്റെടുത്ത്. നാളത്തെ ഷോപ്പിലത്തെ എല്ലാ കാര്യവും നീ നോക്കിക്കോളണം. എന്തെല്ലാം വേണ്ടെന്നുള്ളതെല്ലാം ഞാൻ അവിടെ എഴുതി സെക്കൻഡ് കൊടുക്കും. അതനുസരിച്ച് എല്ലാ കാര്യവും കൃത്യമായിട്ട് മണി പോലെ എനിക്ക് കിട്ടണം. ഓക്കെ, അതുപോലെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം A to Z കാര്യങ്ങളും മക്കളെ സ്കൂളിൽ അയക്കുന്നത് അടക്കം സിമ്പിൾ എല്ലാം ഏട്ടനും ചെയ്തോളണം. അപ്പൊ നാളെ കാണാം. ഓക്കെ.